ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയതോ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ച പോർഷൻ എന്ന് പറയുന്നത് 1 യോഹന്നാൻ 2:15, 16, 17 ഭാഗങ്ങളായിരുന്നു. അതിൽ നിന്ന് എന്താണ് ലോകമയത്വം, വാട്ട് ഈസ് വേൾഡ്നെസ് എന്ന് പറയുന്നൊരു പോർഷനാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നതാണ് എന്തൊക്കെയാണ് ലോകത്തിലുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയാണ്. അത് 15, 16 വാക്യങ്ങളിലുണ്ട്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ലസ്റ്റ് ഓഫ് ദ ഐസ് ആൻഡ് പ്രൈഡ് ഓഫ് ലൈഫ്. ഈ 3 കാര്യങ്ങളാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ലോകത്തിലുള്ള കാര്യങ്ങളെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളതിൽ എന്താണ് ജഡമോഹം, ആ ജഡമോഹത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മറികടന്ന് പോകാനായിട്ട് പറ്റും എന്ന കാര്യത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഈ ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷ് എന്ന് പറയുന്നത്, എന്താണ് ഈ ജഡമോഹം എന്ന് പറയുന്നത്? ശാരീരികമായ സന്തോഷങ്ങൾ, ഫിസിക്കൽ പ്ലഷേഴ്സ് എന്ന് പറയുന്ന കാര്യമാണ് ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ജഡമോഹം എന്ന് പറയുന്നത്. വിശ്വാസികൾക്ക് ഇപ്പം നമുക്കറിയാം, നമുക്കുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് ദൈവം നമുക്ക് ഈ ഫിസിക്കൽ പ്ലഷേഴ്സൊക്കെ വിലക്കിയിരിക്കുകയാണ് എന്നൊരു ചിന്തയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. എന്നാൽ ദൈവവചനപ്രകാരം നമ്മുടെ നന്മയ്ക്കായിട്ട് ഒരുപാട് ഫിസിക്കൽ പ്ലഷേഴ്സ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വിവാഹബന്ധങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അനുമതി, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതിയെ ആസ്വദിക്കാനുള്ള അനുവാദം, ഇതൊക്കെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഫിസിക്കൽ പ്ലഷേഴ്സ് തന്നെയാണ്. എന്നാൽ നമുക്കറിയാം, ദൈവത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിച്ച് ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ ദൈവമക്കൾ ആസ്വദിക്കാനുള്ളതിൻ്റെ ലിമിറ്റേഷൻസും ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ദൈവിക കാര്യങ്ങൾ ഒഴിച്ച് ഈ ലോകവുമായി കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ലൈഫിൽ നമ്മുടെ ആസ്വാദനത്തിന് ദൈവം ഒരു ബൗണ്ടറി വരച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പം ഏദൻ തോട്ടത്തിൽ ആദ്യത്തിനെയും ഹവ്വേനെയും ആക്കിയ സമയത്ത് ഏത് വൃക്ഷത്തിൽ നിന്നും ഫലം അവർക്ക് കഴിക്കാമായിരുന്നു, എന്നാൽ അതിനൊരു ബൗണ്ടറി ദൈവം വെച്ചു, ഇല്ലേ? അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള ഫിസിക്കൽ പ്ലഷേഴ്സ് അനുഭവിക്കുവാൻ അല്ലെങ്കിൽ ആസ്വദിക്കുവാൻ ദൈവം നമുക്ക് അനുമതി നൽകിയിട്ടുണ്ട്, എന്നാൽ അതിനൊരു ബൗണ്ടറിയും ഉണ്ട്. ആ ബൗണ്ടറി കടന്നു പോകുമ്പോഴാണ് അത് ജഡമോഹമായിട്ട് മാറുന്നത്. അപ്പോൾ ഫിസിക്കൽ പ്ലഷേഴ്സ് എന്ന് വെച്ചിട്ടുള്ള ദൈവം വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, ദൈവം വെച്ചിട്ടുള്ള ആ ഒരു ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അത് അനുഗ്രഹീതമായിട്ട് മാറുന്നത്. ഇപ്പോൾ ദൈവം വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ, ദൈവം വെച്ചിട്ടുള്ള സ്ഥാനങ്ങളിൽ, ദൈവം തന്നിട്ടുള്ള വ്യക്തിയുമായിട്ട് ഫിസിക്കൽ പ്ലഷേഴ്സ് അനുഭവിക്കുമ്പോഴാണ് അത് അനുഗ്രഹീതമായിട്ട് മാറുന്നത്. ഈ ബൗണ്ടറീസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവം അനുവദിച്ചിട്ടുള്ള ഫിസിക്കൽ പ്ലഷേഴ്സ് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ, നമുക്കൊരു തൃപ്തി അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ആ ബൗണ്ടറീസ് നമ്മൾ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ടേക്ക് പോകുമ്പോൾ നമുക്കതിൽ നിന്ന് നിരാശയും ദുഃഖവും മാത്രമാണ് അതിൻ്റെ അവസാനത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, വിശ്വാസികളുടെ പോലും ഒരുപാട് ഫിസിക്കൽ പാപങ്ങൾ, ഇപ്പം ഹോമോസെക്ഷുവാലിറ്റി ആണെങ്കിലും പ്രണയബന്ധങ്ങളാണെങ്കിലും അങ്ങനെ ഒത്തിരി പാപങ്ങൾ വിശ്വാസികളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന സമയമാണ്. നമുക്ക് ഒത്തിരി പാപങ്ങളുണ്ട്. അപ്പം ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറിക്ക് പുറത്ത് പോകുന്നത് കൊണ്ടാണ് നമുക്ക് അതൊരു പാപമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥ, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നമ്മളതിൽ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കണം, ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറീസ്, ദൈവം എനിക്ക് ആസ്വദിക്കാൻ തന്നിരിക്കുന്ന ഫിസിക്കൽ പ്ലഷേഴ്സിൻ്റെ ബൗണ്ടറീസ്, അത് എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ആ ബൗണ്ടറിക്കുള്ളിൽ ഞാൻ നിൽക്കണം, അല്ലെങ്കിൽ ആ ബൗണ്ടറി ഞാൻ ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എൻ്റെ അനുഗ്രഹമാണ്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. പിന്നെ ദൈവഹിതപ്രകാരമുള്ള ഫിസിക്കൽ പ്ലഷേഴ്സാണ് എനിക്ക് നിത്യമായിട്ടുള്ള സന്തോഷം നൽകുകയുള്ളൂ എന്ന് നമ്മൾ ഉറച്ച് മനസ്സിലാക്കണം.
അത് നമ്മുടെ മനസ്സിന് അടിവരയിട്ട് നമ്മൾ ഉറപ്പിക്കണം. പിന്നെ ദൈവഹിതത്തിന് കീഴ്പ്പെടുവാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഈ ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറീസ് എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുക. രണ്ടാമതായിട്ട് എൻ്റെ ഫിസിക്കൽ പ്ലഷേഴ്സ്, ദൈവഹിതപ്രകാരമുള്ള ഫിസിക്കൽ പ്ലഷേഴ്സ്, അത് നിത്യമായ സന്തോഷം എനിക്ക് നൽകുമെന്ന് വിശ്വസിക്കുക. ദൈവഹിതത്തിന് കീഴടങ്ങുക. ദൈവനാമം മഹത്വപ്പെടട്ടെ.